ഇതിൻ്റെ പൈസ കുറേ കള്ളന്മാർ അടിച്ചുകൊണ്ട് പോയി. അല്ലാണ്ട് പിന്നെ കുറേ എഞ്ചിനീയർമാരും കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം അടിച്ചുകൊണ്ട് പോട്ടെ ഈ പരിപാടി ഇങ്ങനെ ഓടി കിടക്കുന്നത്. കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ട് കുറേ കോൺട്രാക്ടർമാർ ഇറങ്ങിയിട്ടുണ്ട്. അത് നാട്ടിലെ റോഡ് മുഴുവൻ നശിപ്പിക്കുക എന്നല്ലാണ്ട് ഈ പദ്ധതി കൊണ്ട് ജനങ്ങൾക്കൊരു ഉപകാരവുമില്ല, ഒരു തുള്ളി വെള്ളം കിട്ടുകയില്ല. ഇവന്മാർ കഴിഞ്ഞ പോലെ ഇങ്ങനെ എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനത്തെ പണി ചെയ്യരുത്, ഇവിടെ ഈ വെള്ളം നല്ല കൊത്തൊഴുക്കുള്ള സ്ഥലമാണ്, വെള്ളം വന്നാൽ റോഡ് മുഴുവൻ പോകുന്നു. ഇത് മുഴുവൻ നമ്മുടെ പൈസയല്ലേ, നമ്മുടെ ജനങ്ങളുടെ പൈസയല്ലേ ഈ ഇവന്മാർ മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. ഇതാരാ ചോദിക്കാനുള്ള? ഇനിയിപ്പോൾ കണ്ടില്ലേ ഈ റോഡൊക്കെ കിടക്കുന്നുണ്ടോ? ഇത് മുഴുവൻ ഇനി ആര് ശരിയാക്കും? ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം വന്നെത്തിയിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരട്ട മട്ടിണി റോഡിലാണ്. ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. മെജിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇപ്പൊ ശരിയായിട്ട് ഇപ്പൊ ശരിയായിട്ട് ഈ ദൃശ്യങ്ങളിൽ കണ്ടല്ലോ, ഇത് ജലജീവ മിഷൻ്റെ ഭാഗമായിട്ട് പൈപ്പ് ഇടാൻ വേണ്ടി കുഴി കുഴിച്ച് പൈപ്പ് ഇട്ടതിന് ശേഷം മണ്ണിട്ട് പോയതാണ്. ഇപ്പോൾ കുറച്ച് മഴ പെയ്തപ്പോൾ ഇവിടെ വലിയ ഭീകരാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മെയിൻ റോഡിൻ്റെ സൈഡ് തന്നെ ഒരു വലിയ ഗർത്തമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നാട്ടുകാരിപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവർ ഒരുപാട് പ്രാവശ്യം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയുമില്ല. ഇപ്പോൾ ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഏട്ടാ എന്താ പറയാനുള്ളത്? ഞാൻ ഇവർ കാണാൻ എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു, ഈ റോഡ് ഇങ്ങനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ റോഡ് മുഴുവൻ പോകും. ഇത് ഞങ്ങളുടെ പൈസയാണ്, സർക്കാരിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജനങ്ങളുടെ പൈസയാണ്, ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന പൈസയാണ്. ഇത് കുറേ ഉദ്യോഗസ്ഥന്മാരും കുറേ എഞ്ചിനീയർമാരും എല്ലാം കൂടെ കട്ടുമുടിപ്പിച്ച് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് അവന്മാർ കൊണ്ട് തിന്നും. ഞങ്ങളെപ്പോലുള്ള പൈസയാണ് ഈ നാടുകൾ കൊണ്ട് തിന്നുന്നത്. അല്ല, ജലജീവൻ പദ്ധതി എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ ഇതുപോലെ റോഡ് മുഴുവൻ കുണ്ടും കുഴിയാക്കിയിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ആർക്കും കിട്ടുകയില്ല, ഈ പദ്ധതി ഒട്ടും നടപ്പിൽ വരികയില്ല. ഇതിപ്പോൾ നേരത്തെ ജോൺസൺ പറഞ്ഞ പോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഇതിൻ്റെ പൈസ അടിച്ചു മാറ്റി എടുക്കുക എന്നല്ലാതെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് ദുരിതമല്ലാതെ ഒരു ഉപകാരം ഉണ്ടാകുന്ന പദ്ധതിയല്ല. ഇതിനെതിരെ ജനങ്ങളെല്ലാവരും സംഘടിച്ച് ഇവരുടെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ സംഘടിച്ച് വന്നിട്ട് ഇവർക്കെതിരെ സമരം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. റോഡ് പിന്നെ പണി തുടങ്ങിയിട്ട് ഇത് പെട്ടെന്ന് ശരിയാകുമ്പോൾ 2-3 മാസം കൊണ്ട് റെഡിയാകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടി തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ റോഡൊന്നും ക്രോസ് വെട്ടിമുറിക്കാൻ വേണ്ടി അനുവദിക്കില്ലായിരുന്നു. അവരൊന്ന് വെട്ടിമുറിച്ച റോഡ് ഞങ്ങൾ പെട്ടെന്ന് വന്ന് പിന്നെ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി തരും. അത് ചെയ്ത് തന്നില്ല. ഇപ്പം വാഹനം പോകുമ്പോൾ അവിടെ നിന്ന് എടുത്തടിച്ച് പോവുക ചെയ്യുന്നത് വാഹനങ്ങൾ. പിന്നെ 2 വീലറുകാരൊക്കെ 2-3 പ്രാവശ്യം വീണ് പരിക്കുക. അതേപോലെ തന്നെ ഈ പോകുന്ന വഴിക്ക് ആ മതിലിടിഞ്ഞും ഈ വെള്ളം ഒഴുകി പോയിട്ട് ഈ റോഡിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് പോയല്ലോ. കുത്തിയിട്ട് സാറിപ്പം കാണുന്നുണ്ടല്ലോ, കുണ്ടും കുഴിയും കാണുന്നുണ്ടല്ലോ. അതേപോലെ മുകളിലെത്തി ആ കുന്നത് ഇടിഞ്ഞ് റോഡിലോട്ട് കാനയിലോട്ട് പോലും. അത് ഡ്രൈനേജ് പിന്നെ വാർത്തിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരില്ല. ഇത് ചുമ്മാ ഇതിങ്ങനെ JCB കൊണ്ട് വന്നിട്ട് മാന്തി പ്രശ്നം പോകുമ്പോൾ പിന്നെ ഉറപ്പൊന്നും ഇല്ലല്ലോ. ഉള്ള വെള്ളം വരുമ്പോൾ കംപ്ലീറ്റ് ഒലിച്ച് അങ്ങോട്ടേക്ക് പോയി. ഇപ്പം ജനങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഇത്. രാത്രിക്കൊക്കെ വരുമ്പോൾ ഇല്ലേ, ഏതെങ്കിലും ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ സൈഡ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കുഴിയിലോട്ടാണ് കാറൊക്കെ കുഴിയിലോട്ടാണ് പോവുക. ആ അവസ്ഥയിലുള്ള അത് എത്രയും പെട്ടെന്ന് നമുക്കിത് ശരിയാക്കി തരണമെന്നാണ് പറയാനുള്ളത്. സ്ഥിരമായി ഇതിൽ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുന്ന ചേട്ടനാണ് ഇപ്പോൾ ഉള്ളത്. ഏട്ടാ, ഇത് വളരെ ഒരു ഭീകരാവസ്ഥയാണ്. എന്താണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? വളരെ മോശമാണ്. ഇവിടുന്ന് ഉരുള് പൊട്ടുപോലെയാണ് ഇവിടുന്ന് വെള്ളം വരുന്നത്. ഈ റോഡിനെ ഡെയിലി കുട്ടികളെയും കൊണ്ട് പോകുന്നതാണ്, സ്കൂളുണ്ട് താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നതാണ്. വളരെ മോശമാണ്. കഴിഞ്ഞ മഴയത്ത് ഇതിൽ റോഡിൽ കൂടെ തന്നെയായിരുന്നു വെള്ളം വന്നത്. ഓവുചാലിൻ്റെ പകുതി നിർമ്മാണം നടത്തിയിട്ട് പകുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നിർമ്മാണം ഇങ്ങോട്ട് പൂർത്തീകരിക്കണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. താഴെ നിന്ന് വന്ന് മുകളിൽ രാത്രി ഒരു വണ്ടി വന്ന വണ്ടിക്കാർ ചിലപ്പോൾ കണ്ണ് കിടന്നില്ല. പെട്ടെന്ന് കുഴിയിലേക്ക് പോയ വണ്ടിയുടെ അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? അവിടെ അങ്ങനെയുള്ള ഈ കാനയുള്ളത് വളരെ ദയനീയ അവസ്ഥയാണ്. ഒരു വണ്ടി സൈഡ് പോലും കൊടുക്കാൻ പറ്റില്ല, കാൽനട യാത്ര പോലും പറ്റുന്നില്ല. ആ സൈഡ് വാഹനങ്ങൾ പോയാൽ കാൽനട യാത്ര പറ്റിയില്ല. അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഈ സൈഡുള്ളത്. എത്രയും പെട്ടെന്ന് ഈ നടപടി എടുത്തിട്ട് അതിൻ്റെ ആൾക്കാർ അത് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത് നാട്ടുകാർക്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പോൾ പറയാനുള്ളത്. വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം ഒന്ന് ഡ്രൈനേജ് ഇല്ലാത്തൊരവസ്ഥ, വെള്ളം റോഡിൻ്റെ സൈഡിൽ വലിയ കുഴികളായി മാറിയിരിക്കുകയാണ്. 2 വാഹനങ്ങൾ വന്നാൽ പോലും സൈഡ് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മെമ്പറെ, ഇത് വളരെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വാട്ടർ അതോറിറ്റിയോട്? ജലജീവൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പം തന്നെ നമ്മൾ വളരെ കറക്റ്റായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കുന്നാനുള്ള പ്രദേശമാണ്, ഇതിൻ്റെ ഭൂമിശാസ്ത്ര ഘടന വ്യത്യാസമുണ്ട്, ഇതെടുക്കുമ്പോൾ വളരെ ശാസ്ത്രീയമായി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അവരിന്ന് വരെ ആ ദൗത്യം പൂർത്തീകരിച്ചിട്ടില്ല. കാരണം
എന്തൊക്കെയോ ചെയ്യുന്നു. കാട്ടിലെ മരം ദേവരുടെ ആനാന്ന് പറഞ്ഞ അവസ്ഥയിൽ എന്തൊക്കെയോ അവർ ചെയ്യുകയാണ്. നമ്മൾ വളരെ കാര്യമായി പറഞ്ഞു ഇതിങ്ങനൊന്നും ചെയ്താൽ പോരാ. ഇവിടുത്തെ സാങ്കേതിക വിധത്തിലുള്ള നാട്ടുകാർ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ പോരാ. പക്ഷേ ഇത് ഒരു കരാറുകാരൻ കരാറ് കൊടുത്ത് അവരെന്തൊക്കെയോ ചെയ്തു പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പുള്ള മഴയിൽ ഈ പ്രദേശത്ത് നിന്നല്ല ഈ പ്രദേശത്തെ മുഴുവൻ റോഡുകളുടെ അവസ്ഥ ഇതാണ്. പക്ഷെ അവരോട് വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കോൺട്രാക്ടറെ വിളിക്കുമ്പോൾ കോൺട്രാക്ടർ ഞങ്ങൾക്ക് ഇത് അറിയത്തില്ല, നിങ്ങൾ ഈനെ വിളിക്കുന്ന മെഷർമെൻ്റ് ഉണ്ടെന്ന് അറിയത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ആചരയുടെ വീടിൻ്റെ ഒരവസ്ഥ കണ്ടില്ലേ? അവർ ഇന്ന് വിളിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. നിങ്ങളുൾപ്പെടെ റിപ്പോർട്ടർമാരുൾപ്പെടെ വന്നത്. ഞാനും ഇതിലെ പോയപ്പോൾ 2 ദിവസം അവരോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവർ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം വ്യാഴാഴ്ച എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് വിശ്വാസയോഗ്യമല്ല. ഇപ്പോൾ ഈ വീട് ലൈഫ് ഭവന പദ്ധതിക്കകത്ത് കിട്ടിയൊരു വീടാണ്. നാട്ടുകാരാണ് കൂടി സഹായിച്ച് ചെയ്തത്. അവരുടെ വീടിൻ്റെ ഭിത്തിയോടുള്ള ഭാഗമാണ് ഇപ്പം വെള്ളം എടുത്തിട്ടുള്ളത്. ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ വണ്ടിക്കൊന്നും സൈഡ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് ജനങ്ങളുടെ ജീവന് ഹാനിയാകുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പല വട്ടങ്ങളിൽ പഞ്ചായത്ത് മീറ്റിംഗ് പലവട്ടം വിളിച്ചു, ഞങ്ങൾ അത് കൂടാതെ സംസാരിച്ചു. പക്ഷേ ഇതൊന്നും ഇതിൻ്റെ അകത്ത് ഇവർ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നില്ല. ഇതിന് അടിസ്ഥാനപരമായ DPR ഇല്ലെന്നുള്ളതാണ്. യാതൊരു DPR ഇല്ലാത്ത പരിപാടി എന്തൊക്കെയോ ചെയ്യുന്നു. എത്രയാണ് ഇതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ ആ ആഴത്തിൽ എടുത്തിട്ടില്ല. എവിടെയൊക്കെയാണ് കോൺക്രീറ്റ് ഉണ്ട് അത് എടുത്തിട്ടില്ല. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്തു. റോഡ് ക്രോസ് ചെയ്ത ശേഷം ഈ കയറ്റത്തെല്ലാം കിടക്കുന്നല്ലേ. ഈ ക്രോസ് ചെയ്തിട്ട് 1 വർഷത്തേക്കുള്ളായി. ചെറിയ വണ്ടികൾക്ക് പോകത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കല്ലന്തോട് ഭാഗത്തും നമ്മുടെ കോളത്തെട്ട് ഭാഗത്തൊക്കെ ഇട്ട പൈപ്പ് തന്നെ വെള്ളം എടുത്തിട്ട് പോയി. ജനങ്ങൾക്ക് നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് 1. 2 ഇത് കേന്ദ്ര ഗവൺമെൻറ് കുടിവെള്ള പദ്ധതിയാണ്ട് ജനങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്തു ആദ്യമേ. കാരണം എല്ലാവർക്കും വെള്ളം കിട്ടണം. പക്ഷേ അതിന് ഇതിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ കാഴ്ചപ്പാട് കുറവും കോൺട്രാക്ടർമാർ എന്തൊക്കെയോ ഒരു പരിപാടിയും ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ഇനി ഈ രീതിയിൽ പോയാൽ ഇവർക്ക് പൈസ കിട്ടാത്ത രീതിയിൽ ശക്തമായ പരാതിയും അതോടൊപ്പം തന്നെ ബഹുജന പ്രക്ഷോഭവും നടത്തി ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാമെന്ന് മാത്രമേ ഇല്ലാത്തുള്ളൂ. ഇപ്പോൾ ഈ പരിപാടി ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായ സമരമായിട്ട് മുമ്പോട്ട് പോകേണ്ടത്. ഈ വീടിന് തന്നെ ഭീഷണിയാണ്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇവരുടെ ഏറ്റവും അനാസ്ഥകരമായൊരു പ്രവർത്തനം. ഒരു രീതിയിലുള്ള ഒരു ശാസ്ത്രീയ വശവും ഈ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനത്തിലില്ല എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മട്ടണി പേരട്ട റോഡിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ. ഇത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അധികൃതർ പോയാൽ പോരാ, ശരിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ഇവർ സമര പരിപാടികൾ വാട്ടർ അതോറിറ്റിയിലേക്ക് സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ തീരുമാനം. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ആബിദിനോടൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 3 നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ്. വരൂ, അനുഭവിച്ചറിയൂ വിശാലതയുടെ, വിലക്കുറവിന്റെ, വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച. സ്നേഹപൂർവ്വം തലാൽ മാർക്കറ്റ്, മെയിൻ റോഡ്, ഇരിട്ടി.